UDF ജയിക്കും, VD സതീശൻ നയിക്കും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലുവയിലാണ്. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാവണമെന്നാണ് ആഗ്രഹം? VD സതീശൻ. ആദ്യം ഗണേഷ് കുമാറിനെ തല്ലി ഓടി സിനിമാ ലോകത്തേക്ക് പോകാൻ പറയാം. ഗണേഷ് കുമാർ തോക്കുമെന്നാണോ? ഗണേഷ് കുമാർ പക്കരിത്താണ് പോയിരിക്കുകയാണ്. സതീശൻ തന്നെ അവനാണ് സാധ്യത. കാരണം പുള്ളിയാണല്ലോ കോൺഗ്രസിന് ഇപ്പം മുന്നിൽ നിന്ന് നയിച്ചതല്ല. UDF ആണ് ജയിക്കണമെങ്കിൽ UDF ജയിക്കാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. അങ്ങനെയാണെങ്കിൽ VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയായി വരണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. ചേട്ടാ, കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നാണ് ആഗ്രഹം? രമേശ് ചെന്നിത്തല. കഴിഞ്ഞ പ്രാവശ്യം എന്തോ 44 സീറ്റും കണ്ടായുള്ളൂ. അവിടുന്ന് നേരെ 100 സീറ്റിലേക്ക് എല്ലാവരും സ്വപ്നം കാണാൻ പഠിപ്പിച്ചതും എല്ലാം VD സതീശനാണ്. അടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരിക്കും. പിണറായി വിജയൻ 3.0 ഉണ്ടാവും ഷുവറായിട്ടും. വേറെ കുറച്ച് പേരുണ്ട്. ഇപ്പൊ രമേശ് ചെന്നിത്തലുണ്ട്, KC ഉണ്ട്, എന്താ മറ്റേ ചെന്നിത്തലുണ്ട്. പുള്ളിക്കാരുടെ ആക്റ്റീവ് VD സതീശനാണ്. ഇവിടെയാണ് സൂപ്പർ. UDF ജയിക്കും, VD സതീശൻ നയിക്കും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലുവയിലാണ്. എൻ്റെ പുറകിൽ കാണുന്ന പോസ്റ്റർ VD സതീശന് വേണ്ടിയിട്ടുള്ള പോസ്റ്ററാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ അടുത്ത മുഖ്യമന്ത്രി, അതായത് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന് പറയുന്ന ഒരുപാട് ഓരോ ആളുകളുടെയും പ്രൊമോഷൻ PR വർക്കുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയുടെയും അതേപോലെ തന്നെ KC വേണുഗോപാലിൻ്റെയും VD സതീശൻ്റെയും അതിൻ്റെ അണികൾ അവർക്ക് വേണ്ടിയിട്ട് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ മലപ്പുറത്ത് കണ്ടിരുന്നു. അവിടെയും ഇത്തരത്തിലൊരു പോസ്റ്റർ VD സതീശന് വേണ്ടി ഉയരുന്നത് നമ്മൾ കണ്ടു. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ VD സതീശൻ നയിക്കുമെന്ന് പറയുന്ന ഒരുപാട് പോസ്റ്ററുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് നിൽക്കുന്നത് ആലുവയിലാണ്. ആലുവയിലെ ജനങ്ങളോട് തന്നെ നമുക്ക് ചോദിക്കാം അവരുടെ ആഗ്രഹം എന്താണ് എന്ന്. ചേട്ടാ, ആലുവയിൽ വലിയൊരു ഫ്ലെക്സ് ഉയർന്നിട്ടുണ്ട്, VD സതീശൻ നയിക്കുമെന്ന് പറഞ്ഞാൽ. കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി ആരാവണമെന്നാണ് ആഗ്രഹം? VD സതീശനാണ്. VD സതീശൻ. പുള്ളി എല്ലാത്തിനും പുള്ളി കൂടിയാണ് എല്ലാം ചെയ്യണ പുള്ളി തന്നെയല്ലേ. അല്ല, നമുക്ക് വേറെ കുറച്ച് പേരുണ്ട്. ഇപ്പൊ രമേശ് ചെന്നിത്തലുണ്ട്, KC ഉണ്ട്, മറ്റേ ചെന്നിത്തലുണ്ട്. പുള്ളിക്കാരുടെ ആക്റ്റീവ് VD സതീശനാണ്. ഇവിടെയാണ് സൂപ്പർ. ചേട്ടാ, കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നാണ് ആഗ്രഹം? രമേശ് ചെന്നിത്തല. ഇവിടെ ആലുവയിൽ വലിയ ഫ്ലെക്സ് ഉയർന്നിട്ടുണ്ട്, VD സതീശൻ നയിക്കും എന്ന് പറഞ്ഞുകൊണ്ട്. VD സതീശൻ നയിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി ചിലപ്പോ തന്നെ ആയിരിക്കണം. ഈ എന്തെന്നാ ചെന്നിത്തല ആയിരിക്കണം. അങ്ങനെ വരാൻ സാധ്യത ഉള്ളൂ. VD സതീശൻ പറയുന്നത് 100 സീറ്റ് കിട്ടി UDF അധികാരത്തിൽ വരുമെന്നാണ്. അത് വിശ്വസിക്കുന്നുണ്ടോ? അതിൽ ഏകദേശം 19 എന്തായാലും ഉണ്ടാവും. 100 ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ലാസ്റ്റ് ഘട്ടത്തിലൊന്നും ഇപ്പോൾ മാർക്സിസ്റ്റ് അറിയിച്ചിട്ട് ഇതൊക്കെ ചെയ്താലുണ്ടെങ്കിൽ അവർക്ക് ഓരോന്നും പറയാനും പറ്റില്ല. എന്തായാലും കോൺഗ്രസിന് ഭരണം വരുള്ളൂ. എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകണമെന്ന് പറഞ്ഞത്? ആദ്യമേ പുള്ളിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ. അതുകൊണ്ട് VD സതീശൻ വരുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ ചെന്നിത്തല വരണിയൊന്നും പറയാനും പറ്റില്ലല്ലോ. എല്ലാം നല്ലത് തന്നെ. ആലുവയിൽ എങ്ങനെയാണ്? ആലുവയിൽ അൻവർ സാദത്ത് ഓക്കെയാണ്. അതൊന്നും പറയേണ്ട കാര്യമില്ല. ആരിഫ് നല്ല പ്രകടനം കാഴ്ചവെച്ചു എന്നാണ് പറയുന്നത്. പ്രകടനമൊക്കെ കാഴ്ചവെച്ചു. പക്ഷേ ആരിഫ് ഇവിടെ എപ്പോഴും കോൺഗ്രസിന് തന്നെയാണ് മുഖ്യം ആലുവ ഭാഗത്ത്. അതുകൊണ്ട് അൻവർ സാദത്ത് മെയിനായിട്ട് അധികം കാഴ്ചവെക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ കാഴ്ചവെക്കാൻ. പിന്നെ പൈസയുടെ കാര്യത്തിൽ വെച്ച് കുറവാണല്ലോ. അവർ കൊല്ലങ്ങൾ കുറേ ആയില്ല ഭരണം കുറവായിട്ട്. അങ്ങനെ എൻ്റെ വിശ്വാസം LDFിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് LDFിൻ്റെ ഭരണം പോയത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഇപ്പോൾ തന്നെ യൂബർ ടാക്സികൾ ലോകം കേരളത്തിലെയും തമിഴ്നാട്ടിലേക്ക് വന്ന് ഇവിടെ ഓടല്. ഞങ്ങൾ ഓട്ടോറിക്ഷക്കാർ വെറുതെ ഇരിക്കുന്ന വീട്ടിലിപ്പോൾ ആ ഒറ്റ കാരണത്തിൽ കുറേ ഓട്ട് കളഞ്ഞു. ആദ്യം ഗണേഷ് കുമാറിനെ തല്ലി ഓടിക്കണം, സിനിമാ ലോകത്തേക്ക് പോകാൻ പറയണം. ഗണേഷ് കുമാർ തോക്കുമെന്നാണോ? ഗണേഷ് കുമാർ പക്കരിത്താണ് പോയിരിക്കുകയാണ്. അതിൽ യാതൊരു സംശയമില്ല. പോയില്ലെങ്കിൽ പിന്നെ തന്നെ തല്ലി ഓടിക്കും എല്ലാവരും കൂടി ജനങ്ങൾ. അത് ഓട്ടോ ടാക്സിയും എല്ലാവരും കൂടി തല്ലി ഓടിക്കും. അത്രയ്ക്ക് മോശം ആയ ഭരണമാണ് അവൻ കാണിച്ചത് ഇവിടെ. നിങ്ങളുടെ ഒരു ആഗ്രഹം ആര്, അതായത് അടുത്ത മുഖ്യമന്ത്രിയായിട്ട് ആര് വരണമെന്നാണ്? UDF ആണ് ജയിക്കണമെങ്കിൽ UDF ജയിക്കാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. അങ്ങനെയാണെങ്കിൽ VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയായി വരണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. കാരണം പ്രതിപക്ഷ നേതാവായിട്ട് VD സതീശൻ അധികാരമെടുക്കുമ്പോൾ UDF ഒന്നുമില്ലാണ്ടിരുന്ന സമയത്ത് UDFനെ ഇത്രയും നല്ലൊരു ഇതിലേക്ക് കൊണ്ടുവന്നത് VD സതീശനാണ്. അപ്പോൾ VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയായിട്ട് വരണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. വേറെ 2-3 പേരുണ്ട്. നമുക്ക് രമേശ് ചെന്നിത്തലയുണ്ട്, KC വേണുഗോപാലുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ എന്താ പറയുക, ഇങ്ങനൊരു താഴേക്കിടയിൽ നിന്ന UDFനെ ഇത്രയും വളർത്തിക്കൊണ്ടു പോയി ഇത്ര ഒരു 100 സീറ്റ് എന്നുള്ള ഒരു ഇതിലേക്ക് എത്തിച്ചത് VD സതീശനാണ്. അങ്ങനെ ഒരു സ്വപ്നം കാണാൻ വേണ്ടിയിട്ട് UDFനെ
എന്താ പറയുക മോട്ടിവേറ്റ് ചെയ്തത് വി ഡി സതീശനാണ്. കഴിഞ്ഞ പ്രാവശ്യം എന്തോ 44 സീറ്റും കണ്ടായുള്ളൂ. അവിടെ നിന്ന് നേരെ 100 സീറ്റിലേക്ക് എല്ലാവരും സ്വപ്നം കാണാൻ പഠിപ്പിച്ചതും എല്ലാം വി ഡി സതീശനാണ്. കേവലം ജസ്റ്റ് ഒരു എന്താ പറയുക ഭരണത്തിൽ വരുന്നതിലുപരി ഒരു 100 സീറ്റിലേക്കുള്ളൊരു ഗംഭീര വിജയമാണ് വി ഡി സതീശൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം വേറെ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ തന്നെ ഭരണം 100 സീറ്റ് കിട്ടുകയാണെങ്കിൽ അത് പാർട്ടിയുടെ ക്രെഡിറ്റ് ആണ്, അതുപോലെ തന്നെ അത് കിട്ടിയില്ലെങ്കിൽ അത് അദ്ദേഹത്തിന് മാത്രമുള്ള ഫോൾട്ടാണെന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത്ര കോൺഫിഡൻസിൽ ഒരാൾ പറഞ്ഞ് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായിട്ട് വരണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. 100 സീറ്റ് കിട്ടി UDF അധികാരത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെയൊക്കെ ഒരു കണക്കുകൂട്ടലൊരു ഒരു 80 സീറ്റൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഒരു ട്രെൻഡ് ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ തന്നെ 100 സീറ്റ് കിട്ടുമെന്നുള്ള ശുഭപ്രതീക്ഷയുണ്ട്. ആലുവയിൽ എങ്ങനെയാണ് വിജയ സാധ്യത? ആലുവയിൽ അൻവർ സാദ് തന്നെ എന്തായാലും ജയിക്കും, ഉറപ്പാണ്. ചേട്ടാ, അവിടെ വി ഡി സതീശന് വേണ്ടിയിട്ട് വലിയൊരു ഫ്ലെക്സ് ബോർഡ് ഉയർന്നിട്ടുണ്ട്. കേരളത്തിന് അടുത്ത മുഖ്യമന്ത്രി കാര്യമില്ല, അടുത്ത മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ തന്നെ വരുള്ളൂ. അടുത്ത 3 പോയിന്റ് ഉണ്ടാവും പിണറായി വിജയൻ ഉണ്ടാവും, ഉറപ്പാണ്. ഞങ്ങളെ ഇവർ പറയണതും ശരിയല്ല. സൗജന്യ യാത്രയൊന്നും ഉണ്ടാവില്ല, അവർ പെൻഷൻ കൊടുക്കില്ല. ഇപ്പോഴേ തന്നെ അവർ തല്ലുപിടിച്ച് പിരിയാണ്. പിന്നെ എങ്ങനെയാണ് ശരിയാവണ? പിണറായി തന്നെ വരുള്ളൂ. വി ഡി സതീശൻ 100 സീറ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. 100 സീറ്റ് കിട്ടിയില്ല, അത് വെറുതെ പറയണതാ. നമ്മളിപ്പോൾ ആലുവയിൽ വലിയൊരു ഫ്ലെക്സ് ബോർഡ് ഉയർന്നിട്ടുണ്ട്. UDF വിജയിക്കും, വി ഡി സതീശൻ നയിക്കുമെന്ന് പറയുന്ന വലിയൊരു ഫ്ലെക്സ് ബോർഡ്. യഥാർത്ഥത്തിൽ ഇക്കടെ ആഗ്രഹം എന്താണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പൾസ് എങ്ങനെയാണ്? ആര് ജയിക്കുമെന്ന് ഇപ്പം പറയാൻ പറ്റൂല. രണ്ടുപേരും ഈക്വലായിട്ട് നിൽക്കണം. ഒരു തൂക്കു മന്ത്രിസഭയായിരിക്കും വരുന്നതെന്നാണോ പറയുന്നത്? അത് വരില്ല, ഏകദേശം ഒരു ഈക്വലായിട്ട് വരും എന്നുള്ളത്. മന്ത്രിസഭ വരില്ല, അല്ലേ UDF അല്ലേ ഇടതുപക്ഷം. BJP കേരളത്തിൽ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. BJP ഇപ്പം 3 സീറ്റ് പിടിക്കാൻ സാധ്യതയുണ്ട്. 3 സീറ്റ്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒരു തൂക്ക് മന്ത്രിസഭ വരുന്നെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ UDF ആണ് വരുന്നതെങ്കിൽ അവിടെ വി ഡി സതീശുണ്ട്, KC വേണുഗോപാലുണ്ട്, രമേശ് ചെന്നിത്തലുണ്ട്. ഇതിൽ ആര് വരണമെന്നാണ് ആഗ്രഹം? രമേശ് ചെന്നിത്തല. ഇവിടെ നമുക്ക് ആലുവരി വലിയൊരു ഫ്ലെക്സ് ബോർഡ് വന്നിട്ടുണ്ട്. വി ഡി സതീശൻ നയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ ആഗ്രഹം എന്താണ്? അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും? സതീശൻ തന്നെ ആവാനാണ് സാധ്യത. കാരണം പുള്ളിയാണല്ലോ കോൺഗ്രസിന് ഇപ്പം മുന്നിൽ നിന്ന് നയിച്ചതല്ലോ. അപ്പോൾ പുള്ളി തന്നെ മുഖ്യമന്ത്രി ആവണമെന്നാണ് ആഗ്രഹം. 100 സീറ്റ് കിട്ടുമെന്നാണ് സതീശൻ പറയുന്നത്. വിശ്വസിക്കുന്നുണ്ടോ? 100 സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ആളുകൾക്ക് ഇപ്പോൾ പിണറായിനെ വെറുപ്പായി തുടങ്ങി. വെറുപ്പെന്നല്ല, ഒരു മടുപ്പായി തുടങ്ങി. അപ്പോൾ സതീശൻ തന്നെ ആവാനാണ് സാധ്യത. അതായത് ആവാനുള്ള സാധ്യതയില്ല. ചേട്ടാ, നമ്മുടെ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ വലിയ ചർച്ച നടക്കുകയാണ്. നമ്മുടെ ആലുവയിൽ തന്നെ വലിയൊരു ഫ്ലെക്സ് ബോർഡ് ഉയർന്നിട്ടുണ്ട്. വി ഡി സതീശൻ നയിക്കുമെന്ന് പറഞ്ഞു. അടുത്ത മുഖ്യമന്ത്രി ആരാവണമെന്നാണ് ആഗ്രഹം? അടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരിക്കും. പിണറായി വിജയൻ 3.0 ഉണ്ടാവും ഷുവറായിട്ടും. എത്ര സീറ്റുകൾ നേടി LDF അധികാരത്തിൽ വരുന്നതാണ് വിശ്വസിക്കുന്നത്? മേ ബി ഒരു 70-75 സീറ്റ്, 70-നും 75-നും അടുക്ക് എന്തായാലും കിട്ടിയിരിക്കും. ആലുവയിൽ എങ്ങനെയാണ് ആലുവയിലെ കാര്യം? ആലുവയിൽ ജയസാധ്യതയുണ്ട്, എന്നാലും ഒരു ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. മാക്സിമം ജയിക്കുമെന്നുള്ളത് തന്നെയാണ്. ആരിഫിന്റെ നല്ല പ്രവർത്തനങ്ങളായിരുന്നു എന്നാണ് ഞങ്ങൾ തന്നെയായിരുന്നു ആരിഫിൻ്റെ. മേ ബി ജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരും പ്രതീക്ഷ.